വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ശിഖ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി. ജീവനറ്റിരിക്കുന്ന ആ മാതാപിതാക്കളെ പിന്നെ ഒരു തവണ കൂടി നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഫിലിപ്പിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. ലോകത്തുള്ള എല്ലാവർക്കും മുമ്പിലും കിടന്നു കൊടുക്കുന്ന ഒരുവളെ ഭാര്യയായി കൂടെ പൊറുപ്പിക്കാൻ സമ്മതമല്ലെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എന്തു പറഞ്ഞാലും അതിവിടെ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകും. ആ ഫിലിപ്പ്, പിന്നെ രുദ്രനാഥ് തനിക്കെതിരെ വേറൊരു പരാതി തന്നിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി രുദ്രനാഥിനെയും ഭാര്യയെയും താൻ മീഡിയയ്ക്ക് മുമ്പിൽ മോശക്കാരിയാക്കിയെന്ന്. അതിലൊരു സത്യമില്ലെന്ന് ഞങ്ങൾക്കിന്ന് ബോധ്യമാകുകയും ചെയ്താണല്ലോ. അതുകൊണ്ട് അതെല്ലാം ഫിലിപ്പ് തന്നെ മാറ്റി പറയേണ്ടതാണ്. എസ് ഐ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാം കൊണ്ടും ഫിലിപ്പ് തോൽവിയുടെ രുചി അറിഞ്ഞു. അപ്പോൾ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കേസ് ഇവിടെ ക്ലോസ് ആക്കാം. എന്താ ഫിലിപ്പ്, ശിഖ, നിങ്ങളുടെ അഭിപ്രായം? സമ്മതം. അവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനാവാതെ ഫിലിപ്പ് പറയുമ്പോൾ ആ തീരുമാനമായിരുന്നു അയാളുടെ ജീവിതത്തിലെ വലിയ തോൽവി. എന്നാ തുടങ്ങിക്കോളൂ. മുന്നിൽ ക്യാമറയും മൈക്കും പിടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും എന്താണ് പറയേണ്ടെന്ന കാര്യത്തിൽ ഫിലിപ്പിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. രുദ്രനെ കുടുക്കിയതും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറയുന്നവനെ നോക്കി രുദ്രൻ പുറത്തേക്ക് നടന്നു. അവൻക്കൊപ്പം എസ് ഐനോട് കണ്ണു കാണിച്ചുകൊണ്ട് അശോകും. ഫിലിപ്പിന്റെ ഭാര്യ മുന്നോട്ട് വെച്ച പേപ്പറുകളിലെല്ലാം ഫിലിപ്പ് നിർവികാരനായി ഒപ്പുവെച്ചു. ഇതുവരെ ചോര നീരാക്കി ഉണ്ടാക്കിയത് അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. മറ്റുള്ളവർ ചോര നീരാക്കി ഉണ്ടാക്കിയത് തട്ടിച്ചും പിടിച്ചും ഉണ്ടാക്കിയത് ഓരോപ്പിലൂടെ കയ്യിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നുവെന്ന് അയാളൊരു വേദനയോടെ മനസ്സിലാക്കി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പ് തന്നെ കൂടെ കൂട്ടിക്കോ. എല്ലാം മുൻപേ തുടങ്ങിയതല്ലേ. പിന്നെ ഇനി എൻ്റെയോ എൻ്റെ മക്കളുടെയോ കൺമുമ്പിൽ പോലും വന്നേക്കരുത്. വന്നാൽ ഇതുപോലെ ആവില്ല ഞാൻ പ്രവർത്തിക്കുന്നത്. കഴുത്തിൽ കിടന്നിരുന്ന താലി പൊട്ടിച്ച് അയാൾക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ സ്ത്രീയിലെ ഭാര്യ അവിടെ ആ നിമിഷം ജയിക്കുമായിരുന്നു, രക്ഷപ്പെടുകയായിരുന്നു. എന്നാ ഇനി എന്ത് നോക്കി നിൽക്കുക, ഇറങ്ങിക്കോ. ഒന്നും മിണ്ടാതെ അവർക്ക് പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ശിഖയുടെ മാതാപിതാക്കളെ നോക്കി നിൽക്കുന്നവരെ നോക്കി പോലീസ് അലറിയതും ശിഖയും ഫിലിപ്പും പുറത്തേക്ക് നടന്നു. അച്ഛാ. പുറത്ത് തലതായിട്ട് നിൽക്കുന്ന ആ പാവം മനുഷ്യന്റെ മുന്നിൽ പോയി നിന്ന് അവൾ വിളിക്കുമ്പോൾ അയാൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി കൈകൂപ്പി. വലിയ സിനിമാ നടിയായപ്പോ നീ ഞങ്ങൾ ഉപേക്ഷിച്ച് പോന്നതല്ലേ കുഞ്ഞെ. പിന്നെ ഞങ്ങൾ നിന്റെ കാര്യമോ നീ ഞങ്ങളുടെ കാര്യമോ നോക്കാറില്ല. പിന്നെ എന്തിനാ ഇതുപോലുള്ള കേസുകളിൽ നീ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്? നിന്റെ താഴെ ഞങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ഞങ്ങൾക്ക് അവരുടെ ഭാവി നോക്കേണ്ടേ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളുടെ കൺമുന്നിൽ പോലും വരരുത്. ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൾ തളർന്നു. ഒരു മകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ, പക്ഷെ അവളത് കേൾക്കണം. കാരണം ഒരച്ഛനും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ അവൾ പറഞ്ഞിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നവരെ അവളൊന്ന് നോക്കി. അവൾ നോട്ടം കണ്ടപ്പോൾ മുഖം തിരിച്ചു. ഒന്നും പറയാനോ ചോദിക്കാനോ കേൾക്കാനോ ഇല്ലായിരുന്നു. പോയാലോ? ആ സ്ത്രീ ചോദിച്ചതും അദ്ദേഹം തലകുലുക്കിക്കൊണ്ട് അവിടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. നിർത്തിയിട്ട് ഓട്ടോയിലേക്ക് കയറുമ്പോൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ടുപേരും. അവസാനമായി ഒന്നുകൂടെ കണ്ണിറച്ച് കാണട്ടെ എന്ന് കരുതിയാവും. ഒപ്പം ഇനിയൊരു കണ്ടുമുട്ടൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇനി എന്താ പ്ലാൻ? പിന്നിൽ നിന്നും ഫിലിപ്പിന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. എന്ത് പ്ലാൻ? ഫ്ലാറ്റിലോട്ട് പോകാം. അവളൊരു കൂസലും ഇല്ലാതെ പറയുമ്പോൾ അയാൾ ഫോണെടുത്ത് ആർക്കോ വിളിച്ചു. കുറച്ചു കഴിഞ്ഞതും അവർക്ക് മുന്നിൽ ഒരു കാറ് വന്ന് നിർത്തി. രണ്ടുപേരും അതിൽ കയറിയിരുന്ന് മുന്നോട്ട് പോയി. ആ ഫിലിപ്പ്, എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. ഫ്ലാറ്റിലോടാണെന്ന് പറഞ്ഞിട്ട്? ആ, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഞാൻ രാത്രി അങ്ങോട്ട് വന്നോളാം. അതും പറഞ്ഞുകൊണ്ട് ശിഖ കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവൾ പോകുന്നത് നോക്കി ഫിലിപ്പ് കാറിലിരുന്നു. ശേഷം ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു. ഫിലിപ്പിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു, സ്വയം പുച്ഛിച്ചുകൊണ്ടുള്ളവന്റെ ചിരി. വേഗം പോവാ ഷോ. ചേർന്നിട്ട് വേണം വിഷയം കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോകാൻ. നാളെ പോവില്ലേ? വേണ്ടതൊക്കെ വാങ്ങിക്കണം. ഇന്ന് എല്ലാവരെയും കൂടി പോകണമെന്ന് കരുതിയതാ. ഒന്നും നടന്നില്ല. രുദ്രൻ അശോകിന്റെ മുഖത്തേക്ക് നോക്കാതെ ഫോണിൽ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അശോക് ഒരു നിമിഷം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ രുദ്രനെ നോക്കി. പണ്ടത്തെ രുദ്രനായിരുന്നെങ്കിൽ വേഗം പോയെന്നൊരു ആജ്ഞാപിക്കൽ മാത്രമാവും ഉണ്ടാവുക. എന്നാൽ ഇന്ന് രുദ്രൻ എന്ന നാഥ് ഒരുപാട് മാറ്റിയിരിക്കുന്നു, അവൾ പോലും അറിയാതെ. അശോകിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ന്യൂസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഫോണിൽ തുടരെ വിളിയാണ്. സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ. അശോക് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി. റോണയെയും ഞാൻ മാൻഷനിലേക്ക് വിട്ടു. അവിടെ മൊത്തം മീഡിയയാണെന്ന് അറിഞ്ഞത്. മോഹൻ സാറിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലെന്ന് കരുതിയ അവരങ്ങോട്ട് വിട്ടത്. അത് നന്നായി. അച്ഛനക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല.
അല്ല സാറേ, നാളെ കൊണ്ട് ട്രിപ്പ്. ആ ചർച്ചകളിൽ നിന്നും അശോക് മനഃപൂർവ്വം വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അത് കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു. അവനും അവൻ്റെ ഇശയും മാത്രമുള്ള ലോകം, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. അതാലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം അവനെ പൊതിയുന്നത് അവൻ അറിഞ്ഞു. സാർ, ഒരു ചിരിയോടെ ഇരിക്കുന്ന രുദ്രനെ നോക്കി ഒന്ന് ഉറക്കെ വിളിച്ചതും അവൻ അശോകിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എല്ലാം കാണണം, എവിടെയെന്നൊന്നുമില്ല. അവളങ്ങനെ എവിടേക്കും പോയിട്ടില്ല. സ്കൂളിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പ് പോലും പോയിട്ടില്ല. അതുകൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ തുടങ്ങി വലിയ വലിയ സ്ഥലങ്ങൾ വരെ കാണിച്ചു കൊടുക്കണം. രുദ്രൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അശോകിനോട് പറയുമ്പോൾ അശോക് രുദ്രൻ തന്നെ നോക്കി. ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ ഭർത്താവ്, ഭാര്യയെ അളവ് കിടന്ന് സ്നേഹിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അശോകിന് തോന്നിയത് അതാണ്. ഒരു വലിയ ആക്ടറോ ബിസിനസ്മാനോ പണക്കാരനോ ഒന്നുമല്ല, ഒരു ഭർത്താവ് മാത്രം. അശോകിൻ്റെ ചുണ്ടുകളിൽ മനോഹരമായൊരു ചിരി വിടുന്നു. പണ്ടത്തെ രുദ്രൻ അവനും ആലോചിച്ചു. ബാക്ക് സീറ്റിലിരുന്ന് ഫോൺ വിളിക്കുന്ന, ലാപ്പിൽ നോക്കുന്ന ഗൗരവക്കാരനായ ഒരുവൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്നോ രണ്ടോ വാക്കിൽ സംസാരിക്കും, അല്ലാത്തതൊക്കെ ഫോണിൽ മെസ്സേജ് അയക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എന്ന് മുതലാണ് അത് മാറിയത്? ഇശുവിൻ്റെ കൂടെ കാറിൽ കയറി തുടങ്ങിയത് മുതൽ. കാറിൽ ഫോൺ ഉപയോഗിക്കില്ല, ലാപ്പ് നോക്കില്ല, എന്തെങ്കിലും സംസാരിച്ചിരിക്കും ഇശുവിനോട്, അല്ലെങ്കിൽ അവൾ പലതും അറിയാനെന്ന പോലെ അശോകനോട്. ആദ്യമൊക്കെ മിണ്ടാതിരുന്ന ഇശുവാണ് പിന്നെ പിന്നെ സംസാരിച്ച് തുടങ്ങിയത്. എല്ലാം ചോദിക്കും, വീട്ടിലുള്ളവരെ കുറിച്ചും ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ ചോദിക്കും. ഒരു നിഷ്കളങ്കമായ പാവം പെൺകുട്ടിയാണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി. മാൻഷൻ എത്തിയപ്പോഴാണ് അശോക് ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അടുത്ത സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ശൂന്യമാണ്. പുറത്തേക്ക് നോക്കിയതും കണ്ടു വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്നവന്. അശോക് ഒരു ചിരിയോടെ അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. രുദ്രൻ കയറി വരുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം 4 ആയിട്ടുണ്ടായിരുന്നു. അനുവും നിശ്ചയവും പോയിട്ടുണ്ടായിരുന്നു. ഈശു കണ്ണിനോടെന്തോ പറഞ്ഞിട്ട് എന്തോ കഴിക്കുവാണ്. രണ്ടും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നെന്തോ കാര്യമായ ചർച്ചയാണ്. എന്തോ കുരുത്തക്കേടാണെന്ന് കണ്ണൻ്റെ മുഖത്തേയും തന്നെ രുദ്രന് മനസ്സിലായി. ആ, നീ വന്നോ? എങ്ങോട്ടാ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് മോള് റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ദേവി പറയുമ്പോൾ രുദ്രൻ ഇശുവിനെ ഒന്ന് നോക്കി. ശരിയാണ്, ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അവൾ. ദേവിയുടെ ശബ്ദം കേട്ട് ഇശു രുദ്രനെ നോക്കി. 5 മിനിറ്റ്, ഞാൻ ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. കണ്ണാ, റോണി, നിങ്ങളുണ്ടേ പോര്. എന്നെ കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ആരാ റെഡിയായി നിൽക്കുന്നത് അവരെ ഞാൻ കൊണ്ടുപോകും. മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്ന വഴി രുദ്രൻ പറഞ്ഞതും കണ്ണനും റോണിയും അവിടെ മുറികളിലേക്ക് പാഞ്ഞു. മീഡിയക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം റോൺ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അത്രത്തോളം എമർജൻസി ആയിരുന്നു. കേസ് വന്നപ്പോൾ പോയതാണ്. രുദ്രൻ റെഡിയായി വന്നപ്പോൾ കണ്ണനും റോണിയും അവനെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പോകാം, രുദ്രൻ പറഞ്ഞതും അവർ തലയാട്ടി മുന്നോട്ട് നടന്നു. ദേവിയോടും മോഹനോടും പറഞ്ഞ ശേഷം ഇശു മുന്നോട്ടും നടന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രനും. മമ്മ, നീയേഴ് ശബ്ദം കേട്ട് ആനി അവളെ തിരിഞ്ഞു നോക്കി. ദേഷ്യം കൊണ്ട് ചുവന്നു തുറത്ത് നിൽക്കുവാണ്. അത് കണ്ടതും ആനിയുടെ മുഖം ചുളിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അമ്മ, എനിക്കിവിടെ പറ്റണില്ല. നേരത്തെ കണ്ട ദേഷ്യമോ വാശിയോ ഒന്നും അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. സങ്കടമായിരുന്നു, ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സങ്കടം. ആനിയുടെ മുഖം ഒന്നുകൂടെ ചുളിഞ്ഞു. നീ കാര്യം പറ നീയ, എന്താ ഇപ്പൊ പ്രശ്നം? ആനി ചോദിക്കുമ്പോൾ നീ അവിടെ കാൽച്ചുവട്ടിൽ വന്നിരുന്ന് മടിയിലേക്ക് തലവെച്ചു. ആനി ഒരു നിമിഷം പകച്ചു. അവൾ തലോടാൻ ഉയർത്തിയ കൈകൾ പെടുന്ന നിശ്ചലമായി. ഇന്ന് വരെ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ടോ ചേർന്നിരുന്നിട്ടോ ഇല്ല. നീയ മാത്രല്ല, മറ്റു 2 മക്കളും. ചേർത്ത് പിടിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും അവരതിന് തുനിയാതിരുന്നത്. ആനിയുടെ ചിന്തകൾ കടന്നു പോയത് ആ വഴികളിലൂടെയാണ്. ചെറുപ്പം തൊട്ടേ വാശിയും ദേഷ്യവും കൂടുതലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. വളർന്നപ്പോൾ അതൊപ്പം വളർന്നു. ആരും തിരുത്തിയില്ല. ആഗ്രഹിച്ചതെല്ലാം നേടിക്കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചു. ആ സ്വഭാവം മാറിയിട്ടില്ല. സ്വന്തം മക്കളോട് പോലും അതിലേറ്റവും കൂടുതൽ വെറുപ്പും ഇഷ്ടക്കേടും കാണിച്ചിട്ടുള്ളത് ഇശുവിനോടാണ്. പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് സുഖസന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് വന്നവളോടുള്ള ദേഷ്യമായിരുന്നു. അത് മാറിയില്ല. അവൾക്ക് പിന്നാലെ ജീവിതത്തിലേക്ക് വന്ന മക്കളോടും മാത്രം തന്നെ ഇല്ലെങ്കിലും ദേഷ്യമായിരുന്നു. എന്തിന്? ആനി സ്വയം ചോദിച്ചു. ഒരു ഉത്തരം കിട്ടുന്നില്ല. 2 കൈകളും മടിയിൽ കിടക്കുന്ന നീയുടെ മുടിയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസമായി ജീവിതം ചില തിരിച്ചറിവുകൾ കാണിച്ചു തരുന്നു. ജോണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാക്ക് തർക്കത്തിൽ പിന്നെ അവിടെ നിന്നില്ല. തൻ്റെ വില മനസ്സിലാക്കട്ടെ എന്ന് കരുതി ചേട്ടായിയുടെ വീട്ടിലേക്ക് പോന്നു. എത്ര വലിയ പെങ്ങളാണെങ്കിലും ഭാര്യയും കുടുംബവും കഴിഞ്ഞിട്ട് അവർക്കൊക്കെ നമ്മളുള്ളൊന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ജോണിനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടില്ല. എങ്ങോട്ട് പോകുമ്പോഴും കൂടെ പോകുമായിരുന്നു, കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായാണ് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത്. അതിലാണ് ഒറ്റപ്പെടൽ എന്താണെന്ന് അറിഞ്ഞത്. നിച്ചു ഇടക്ക് വരും, പക്ഷേ ഇവിടെ നിൽക്കില്ല. ക്ലാസ് കഴിഞ്ഞു വന്ന് കുറച്ചു നേരം നിന്നിട്ട് അവൾ പോകും. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല.
പാപ്പ ഒറ്റക്കാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ പോവുകയും ചെയ്യും. നീ അന്ന് എൻ്റെ കൂടെ എനിക്കൊപ്പം പോകുന്നതാണ്. പിന്നെ അവൾ പോയിട്ടില്ല. ഇടയ്ക്ക് നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ താൻ നിൽക്കും. എപ്പോഴും ജയിച്ച് തനിക്ക് തോറ്റു കൊടുക്കാനൊരു മടി. അതാണ് പറ്റാതിരുന്നിട്ട് പോലും ഇവിടെ പിടിച്ചു നിർത്തുന്നത്. മമ്മ. നിയയുടെ തേങ്ങലുകളാണ് ആനയെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ആന 2 കൈ കൊണ്ടും മഴയിൽ കിടക്കുന്ന നിയയുടെ മുഖം പിടിച്ചു ഉയർത്തി കരയുകയാണവൾ. 2 കണ്ണുകളും നിറഞ്ഞു ഒഴുകുന്നുണ്ട്. നമുക്ക് പോകാം, പപ്പയുടെ അടുത്തേക്ക് പോകാം അമ്മ. എന്താടാ എന്ത് പറ്റി? അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ആനി ചോദിക്കുമ്പോൾ അവളുടെ ആ ഭാവം പ്രതീക്ഷിക്കാത്തത് കൊണ്ടും ആദ്യമായി കാണുന്നത് കൊണ്ടും ആവും കണ്ണിമ വെട്ടാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. നീയാ? എന്താടാ? അതെ, ഒരമ്മയുടെ ആവലാതി തന്നെയായിരുന്നു ആ മുഖത്ത്. ആൽഫിച്ചായ ശരിയല്ല മമ്മ, എന്നെ ഓരോന്നൊക്കെ ചെയ്യുക. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വേദനയും പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. ആനി ഞെട്ടിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മാമ വിശ്വസിക്കില്ല എന്ന ഭാവത്തിൽ ദയനീയമായ ആനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന നിയയെ ആന അവരുടെ മാറിലേക്ക് വലിച്ചിട്ട് പുണർന്നു. അമ്മയുടെ നെഞ്ചിലെ ചൂട് ഓർമ്മയിൽ ആദ്യമായി അറിഞ്ഞത് കൊണ്ടാകും നിയയുടെ കരച്ചിലിന്റെ ശബ്ദം കൂടിയത്. ആനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിയയുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ കണ്ണുകൾ അവൾ ഇട്ടിരുന്ന ഡ്രസ്സിലുടക്കി. ഒരു ടോപ്പും ലെഗിൻസുമാണ് വേഷം. ഇവിടെ വന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അധികവും ഈ ഡ്രസ്സുകളിൽ തന്നെയായിരുന്നു. രാത്രി കിടക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഇടാറ്. തങ്ങളുടെ വീട്ടിലാവുമ്പോൾ ക്രോപ്പും ടോപ്പും ഷോർട്സും മാത്രം ഇട്ടിരുന്ന് നടന്നവളാണ്. ഒറ്റയ്ക്ക് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നവളാണ്. ഇപ്പോൾ രാത്രി തൻ്റെ കൂടെ അല്ലാതെ കിടക്കാറില്ല. എന്തെങ്കിലും പറഞ്ഞു വരും. ശേഷം TV കണ്ടോ ഫോണിൽ കളിച്ചോ അടുത്ത് കിടന്ന് ഉറങ്ങിക്കാണും. ഒറ്റയ്ക്കല്ലെന്ന് കരുതി താനും അത് തിരുത്തിയില്ല. തനിക്കും കൂട്ടാവുമല്ലോ എന്ന് കരുതി. പക്ഷേ തൻ്റെ കുഞ്ഞ് പേടിച്ചിട്ടാണെന്ന് അറിഞ്ഞില്ലല്ലോ. മമ്മ. എന്താടാ? ആനയുടെ നെഞ്ചിൽ നിന്നും മടന്നു മാറി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് ആനയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവളുടെ കവളിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. നമുക്ക് നമ്മുടെ വീട് മതി മമ്മ. നമ്മൾ പപ്പയും മമ്മയും ഇച്ചേച്ചിയും നിച്ചും മാത്രം മതി. എനിക്ക് പേടിയായി ഇവിടെ. പഴയ ഓർമ്മയിലാവും ഇച്ചേച്ചി എന്ന് അവൾ പറഞ്ഞത്. അവളിന് ഈ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് ആനി ചിന്തിച്ചു. എന്തോ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വന്നത് രുദ്രന്റെ നെഞ്ചിൽ ചാരി നിന്ന് തന്നെ നോക്കിയ മകളുടെ മുഖമാണ്. ആ വീട്ടിലേക്ക് പോയപ്പോൾ നേരിടേണ്ടി വന്ന അപമാനം അതെല്ലാം മനസ്സിൽ തെളിഞ്ഞതും ആനി കണ്ണുകൾ രണ്ടും മുറുകെ അടച്ച് പിടിച്ചുകൊണ്ട് അവളെ പുണർന്നുകൊണ്ടിരുന്നു. അത്രത്തോളം അവൾ ഭയക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് പോകാം, അത്രമാത്രം ആനിയും പറഞ്ഞുള്ളൂ. അത് മാത്രം മതിയായിരുന്നു അവൾക്കും. ആനി. പെട്ടെന്ന് പുറത്തുനിന്ന് സ്റ്റീഫന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടു. സെറീന. നീ ആനയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. ആനി പോയി വയ്യാത്ത കാലം കൊണ്ട് പതിയെ എഴുന്നേറ്റു. കുറച്ച് ദിവസം മുമ്പ് ബാത്റൂമിലൊന്ന് വീണു. അതിപ്പോൾ വല്ലാത്ത വേദനയാണ്. ദിവസം കഴിയും തോറും വേദന കൂടുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആ നേരം ആനി ഉറപ്പിച്ചു. ആനിക്ക് കാല് കോച്ചുന്നത് കണ്ടതുകൊണ്ട് നീ ആനിയുടെ വലത് കയ്യിൽ പിടിച്ച് വാതിലിന്റെ ഭാഗത്തേക്ക് നടന്നു. എന്നിട്ട് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കണ്ടു മുന്നിലിരിക്കുന്ന സെറീനയുടെ വീട്ടുകാർ. അവരെ കണ്ടതും ആനി ഒന്ന് ചിരിച്ചു. ശേഷം അവർക്ക് മുന്നിൽ സെറ്റിയിലിരുന്നു. ആനി പോയിട്ടില്ലേ? പെട്ടെന്ന് സെറീനയുടെ മമ്മ അങ്ങനെ ചോദിച്ചതും ആനിയുടെയും നിയയുടെയും മുഖം മാറി. ന്യൂസൊക്കെ കണ്ടു. മൂത്ത മകൾ ആ സിനിമാ നടനെ ഒരു നേരം പോക്കാണല്ലേ? അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ വരുവുള്ളൂ. അവർക്കൊക്കെ കുറെ സെറ്റപ്പ് കാണുമെന്ന്. എന്തായാലും നിന്റെ മകളുടെ ജീവിതം പോയില്ലേ? കർത്താവിന്റെ മണവാട്ടി ആവണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന പെണ്ണ ഇപ്പൊ ഒരു പ്രോജക്റ്റ് പോലെ ആയില്ലേ? കഷ്ടം. അവരുടെ ആ വാക്കുകൾ ആനയിലും ഒരു ഞെട്ടലുണ്ടാക്കി. ഇവരെന്തൊക്കെയായി പറയുന്നത്? ഒരിക്കലും അങ്ങനെ വരില്ല. ആനിയുടെ മനസ്സിലേക്ക് യേശുവിനെ പറഞ്ഞതിനും തല്ലിയതിനും തന്നെ ഉപദ്രവിച്ച രുദ്രന്റെ മുഖം തെളിഞ്ഞു. അവളെ നെഞ്ചോട് അടക്കി പൊതിഞ്ഞു പിടിച്ച് തന്നോട് കയർക്കുന്ന അവന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അതൊന്നും സത്യമല്ലെന്ന് തന്നെ വിശ്വസിച്ചു. നീ ഒന്നും അറിഞ്ഞില്ലേ? ന്യൂസിലേക്ക് ഉണ്ടല്ലോ. സെറി, ആ TV ഒന്ന് ഓണാക്കിക്കേ. കുടുംബത്തിൽ നിന്ന് പുറം തള്ളിയവരാണെങ്കിലും അവളുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അവരത് പറഞ്ഞുകൊണ്ട് TV-യിലേക്ക് നോക്കി. രാവിലെ കണ്ട ന്യൂസ് അതിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട്. രാവിലെ പറഞ്ഞതെല്ലാം ഫിലിപ്പ് ഒന്നു വിടാതെ മാറ്റി പറയുന്നതാണ്. പോരാത്തതിന് അയാളുടെ ലീലാവിലാസങ്ങൾ. അത് കണ്ടതും അവർ ആനിയെ നോക്കി. ഇത് പ്രതീക്ഷ എന്ന പോലെ ഇരിക്കുവാണ്. നീയുടെ മുഖത്തൊരു ചിരിയുണ്ട്. എത്രയായാലും അവളുടെ ചേച്ചിയല്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കിടന്ന് പറ്റില്ലല്ലോ. എന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്ക് ഈ കാലൊന്ന് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം. വാ. സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് നീയുടെ കൈയും പിടിച്ചുകൊണ്ട് അവർ റൂമിലേക്ക് നടന്നു. അവിടെ പോക്കു നോക്കി നിന്ന ആ സ്ത്രീ സെറീനയെ നോക്കി. അവളുടെ ഹൂങ്കൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ടല്ലോടി. ആദ്യത്തെ പോലെ ഒന്നും വരാറില്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞു ചൊറിയാൻ വന്നാൽ ഞാൻ നല്ല മറുപടി കൊടുക്കും. ഈ ചായനോടും പറഞ്ഞു കൊടുക്കും. അനിയത്തി പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്.
ആൽബിക്ക് ആ പെണ്ണിനൊരു കണ്ണുണ്ടായിരുന്നല്ലോ, അത് നടന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ ചാനൊരു ഇഷ്ടക്കേടുണ്ട്.